തെക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ ആണ്ട് നേർച്ചയാണ് ചങ്ങനാശ്ശേരി പഴയ പള്ളിയിൽ നടക്കുന്നത്. പഴയ പള്ളിയിൽ കബറടങ്ങിയിട്ടുള്ള പരിശുദ്ധരായ ഔലിയാക്കളുടെ സ്മരണ നിലനിർത്തി കഴിഞ്ഞ 69 വർഷമായി ഇടതടവില്ലാതെയാണ് ഈ നേർച്ച ഇവിടെ നടക്കുന്നത്. അവിടെ പള്ളിയും പരിസരങ്ങളുമെല്ലാം ജനങ്ങളുടെ ബാഹുല്യത്തിലാണ് ആ നേർച്ച വിതരണം സുഗമമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നുകയില്ല. പള്ളിയുടെ വൈസ് പ്രസിഡന്റ് ഹക്കീം പാറയിലാണ് ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളത്. വളരെ തെക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു ആണ്ട് നേർച്ചയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ്സിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇത് തെക്കൻ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു ആണ്ട് നേർച്ച. 1000-ഓളം വർഷമുള്ള ചങ്ങനാശ്ശേരി പഴയപള്ളി മുസ്ലിം ജമാഅത്ത് വർഷങ്ങളായി നടത്തി വരുന്ന ഈ ആണ്ട് നേർച്ചയ്ക്ക് ജാതിമത ഭേദമന്യേ ആയിരക്കണക്കിന് വിശ്വാസികളാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. വിശ്വാസികൾ നേരിട്ട് പള്ളിയിൽ സംഭാവന തരികയും പള്ളിയുമായി ചേർന്ന് നിന്നുകൊണ്ട് വിശ്വാസികൾക്ക് നേർച്ചയായി ബിരിയാണിയാണ് നമ്മൾ വിതരണം ചെയ്യുന്നത്. ഏകദേശം 1800ഓളം കിലോയുടെ അരിയും അതിനടുത്തുള്ള ആടുമാടുകളുമൊക്കെയാണ് ഈ പരിപാടിക്ക് വേണ്ടി നേർച്ചയായി ബിരിയാണിയായി നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നൂറുകണക്കിന് ആളുകളാണ് ഈ പരിപാടി. ഇപ്പം നമുക്ക് കാണാം, അഭൂതപൂർവമായ തിരക്കാണ്. ഓരോ വർഷവും ഇത് വിശ്വാസികളുടെ വരവ് വർദ്ധിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ചങ്ങനാശ്ശേരി സംബന്ധിച്ചിടത്തോളം ജാതിമത ഭേദമന്യേ എല്ലാവരും ആശ്രയിക്കുന്ന ഒരു ജമാഅത്താണ് ചങ്ങനാശ്ശേരി പഴയപള്ളി മുസ്ലിം ജമാഅത്ത്. പ്രസിദ്ധമായ ചങ്ങനാശ്ശേരി പഴയ പള്ളി ജുമാ മസ്ജിദിൽ കബറടങ്ങിയിട്ടുള്ള പരിശുദ്ധരായ ഔലിയാക്കന്മാരുടെ ദിവ്യ ദീപ്ത സ്മരണ നിലനിർത്താൻ എല്ലാ വർഷവും നടത്തിവരാറുള്ള ആണ്ട് നേർച്ചയിൽ ആയിരങ്ങളാണ് പങ്കെടുത്തത്. പള്ളിയുടെ സെക്രട്ടറി ബഹുമാനായ സാജിദിനാണ് നമ്മളൊപ്പം ഉള്ളത്. കഴിഞ്ഞ 69 വർഷമായി ഇടതടവില്ലാതെ നടക്കുന്ന ഒരു ആണ്ട് നേർച്ചയാണ്. അതേക്കുറിച്ച് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? 1.5 മാസത്തോളം ഉള്ളൊരു കഷ്ടപ്പാടിലാണ് ഈ 69 വർഷവും നടന്നുകൊണ്ടിരുന്നത്. ചങ്ങനാശ്ശേരി പഴയ മുസ്ലിം ജമാഅത്തിന് ഈ 69 വർഷത്തിന് കോവിഡ് ടൈമിന് മാത്രം ഒരു വർഷം ഇത് മുടങ്ങിയിട്ടുള്ളൂ. അതും രാവിലെ സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് അതിൻ്റെ ദുആ ചെയ്തു. എന്നാലും കോവിഡ് ആണെങ്കിൽ പോലും ഇൻഷാ അല്ലാഹ് ഇത്രയും വർഷമായിട്ടും നല്ല റാഹത്തായിട്ട് ഒരു മനുഷ്യന് പോലും കിട്ടാതെ ഒരു ബുദ്ധിമുട്ടില്ലാതെ കിട്ടാതെ ഒരു മനുഷ്യനും പോയിട്ടില്ല. 2-3 പേർ പൊതിയൊക്കെ കിട്ടുന്നുണ്ട്. ഒരു വീട്ടിൽ ഒരു 3 പേർക്ക് കഴിക്കാവുന്ന രീതിയിലുള്ള ഭക്ഷണമാണ് നമ്മളിന്ന് കൊടുക്കുന്നത്. അത് നല്ല രീതിയിൽ ഒരു നേർച്ചച്ചോറ് പോലെയല്ല, നമ്മൾ സാധാരണ ബിരിയാണി നമ്മൾ കല്യാണത്തിന് കിട്ടുന്ന അതേ ഇൻഗ്രീഡിയൻ്റ് എല്ലാം ചേർത്ത് നല്ല രീതിയിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 1000 വർഷത്തോളം പഴക്കമുള്ള പഴയ പള്ളി സ്ഥാപിച്ചതിന് കാരണഭൂതനായ ഹാജി മീര വലിയുല്ലാഹ് എന്ന ദിവ്യനാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. അജ്മീരിൽ നിന്ന് സഞ്ചാരിയായി ചങ്ങനാശ്ശേരിയിൽ എത്തിയ ദിവ്യൻ പള്ളി ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് പ്രാർത്ഥനാ നിരതനായി ഇരിക്കുകയും ദിവ്യശക്തി കൊണ്ട് ആനയെ കൊമ്പിട്ട് നിർത്തിയ കാഴ്ച രാജാവ് കാണുകയും ആ ദിവ്യപ്രഭയിൽ ആകൃഷ്ടനായ രാജാവ് ഹാജിയുടെ അഭീഷ്ടം അനുസരിച്ച് ദാനമായി നൽകിയ 85 സെൻറ്റ് സ്ഥലത്താണ് പഴയ പള്ളി സ്ഥാപിച്ചതെന്ന് ചരിത്രം. അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബിയുടെ കുടുംബ പരമ്പരയിൽപ്പെട്ട മറ്റൊരു ദിവ്യനായ കറുത്ത തങ്ങളുടെ അമാനുഷിക ശക്തി പ്രദർശിപ്പിച്ചിരുന്ന സിദ്ധി നേരിട്ട് അനുഭവിച്ചവർ ഇപ്പോഴും ഇവിടെയുണ്ട്. കറുത്ത തങ്ങളുടെ സഹോദര പുത്രൻ കൊച്ചു തങ്ങളുടേതാണ് മറ്റൊരു ഖബർ. കറുത്ത തങ്ങൾ ഖബറടങ്ങിയത് മുതലാണ് പഴയ പള്ളിയിൽ 70 വർഷമായി ആണ്ടടിയന്തരവും നേർച്ച വിതരണവും നടത്തി വരുന്നത്. ആയിരക്കണക്കിന് വിശ്വാസികളും ജാതി മത ഭേദമന്യേ എല്ലാ ജനവിഭാഗങ്ങളും നേർച്ചയിൽ പങ്കെടുത്തു. ജൂലൈ 7 ഞായറാഴ്ച രാവിലെ 8:45 തങ്ങന്മാരുടെ മക്ബറയ്ക്ക് മുമ്പിൽ ലളിതമായ ദുആയോടുകൂടിയാണ് നേർച്ച വിതരണം ആരംഭിച്ചത്. ചീഫ് ഇമാം അൽ ഹാഫിസ് അബു ഷമാസ് അലി മൗലവി, അസിസ്റ്റന്റ് ഇമാം മുഹീദ്ദീൻ ബാഖവി, ഷബീർ സഖാബി എന്നിവർ പ്രാർത്ഥനകൾക്കും ജമാഅത്ത് ഭാരവാഹികളായ ഹാജി എസ് മുഹമ്മദ് ഫുവാദ്, സെക്രട്ടറി സാജുദ്ദീൻ, വൈസ് പ്രസിഡന്റ് ഹക്കീം പാറയിൽ, ട്രഷറർ ഹാജി കെ.എ. ഷെരീഫ് കുട്ടി, ജോയിൻറ്റ് സെക്രട്ടറി മുഹമ്മദ് ഷെരീഫ് തുടങ്ങി 36 അംഗ ജനറൽ കൗൺസിൽ അംഗങ്ങളും നേർച്ച വിതരണത്തിനും നേതൃത്വം നൽകി. രാഷ്ട്രീയം ന്യൂസ്, ചങ്ങനാശ്ശേരി.